നമ്മുടെ ലൈഫിൽ ഹാർഡായിട്ടുള്ള ഡിസിഷൻസ് എടുക്കുക എന്ന് പറയുന്നത് വളരെ അൺകംഫർട്ടബിൾ ആയിട്ടുള്ള കാര്യമാണ്. ബട്ട് ദേ ആർ ദ വെരി തിങ്സ് വിച്ച് ബിൽഡ് യുവർ സെൽഫ് ട്രസ്റ്റ്. നമ്മുടെ സെൽഫ് ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ അതിനേക്കാൾ നല്ലൊരു വഴി വേറെ ഇല്ല. ഒരുപാട് മദേഴ്സ് അവരുടെ റുട്ടീൻസിൽ സ്റ്റക്കാണ്. എണീക്കണു, വീട് മാനേജ് ചെയ്യണു, കുട്ടികളെ മാനേജ് ചെയ്യണു, റിലേഷൻഷിപ്പ് മാനേജ് ചെയ്യണു, റിപ്പീറ്റ്. ഇറ്റ്സ് എ പ്രെഡിക്റ്റബിൾ തിങ്. ഈസി ആയിട്ടുള്ള ഒരേ കാര്യം തന്നെ എപ്പോഴും റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത് നമ്മളെ കൂടുതൽ ഡ്രെയിൻ ചെയ്യിപ്പിക്കുക. ഇറ്റ് വിൽ നോട്ട് ഹെൽപ്പ് യു ടു ഗ്രോ. നിങ്ങളൊരു ലാഡറിൻ്റെ മുന്നിൽ നിൽക്കുക. കുറേ നേരം ഞാൻ ഈ ലാഡറിൻ്റെ മുന്നിൽ നിൽക്കുന്നത് മേലേക്ക് എത്തുന്നില്ലല്ലോ എന്ന് പറയുന്നതിൽ കാര്യമില്ല. ഓരോ സ്റ്റെപ്പ് എടുത്ത് വെക്കാൻ നമ്മൾ വില്ലിങ് ആവണം. ചില സമയത്ത് ആ ലാഡർ ഭയങ്കര ഷേക്കി ആയിരിക്കും, ചില സമയത്ത് നമുക്ക് മേലിൽ നിന്ന് താഴെ നോക്കിയാൽ പേടിയാവും. സ്റ്റിൽ ടേക്ക് വൺ സ്റ്റെപ്പ് അറ്റ് എ ടൈം. ഇങ്ങനെ തന്നെയാണ് നമ്മൾ നമ്മുടെ സെൽഫ് ട്രസ്റ്റും ബിൽഡ് ചെയ്യുക. സെൽഫ് ട്രസ്റ്റ് ഒരിക്കലും നമ്മൾ കംഫർട്ട് സ്പേസിൽ ഇരുന്നിട്ട് നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യമല്ല. ഇറ്റ് ഈസ് ബിൽഡ് വെൻ യു ചൂസ് ഹാർഡ് തിങ്സ് വിത്ത് റൈറ്റ് ആക്ഷൻ. ചെറിയ ചെറിയ സ്റ്റെപ്പുകളായിട്ട് സ്റ്റാർട്ട് ചെയ്യുക, വീക്ക്ലി പ്രോഗ്രസ് കൊണ്ടുവരിക ആൻഡ് സ്റ്റാർട്ട് ബിൽഡിങ് ട്രസ്റ്റ് വിത്ത് യുവർ സെൽഫ്. കാരണം ഓരോ സമയത്തും നിങ്ങൾ ഇത് ചെയ്തിരിക്കും എന്ന് പറയുന്ന കാര്യങ്ങൾ എത്ര ബുദ്ധിമുട്ടാണെങ്കിലും ചെയ്ത് തീർക്കുന്നുണ്ടെങ്കിൽ യു ആർ റൈസിങ് ഹയർ ഡേ ബൈ ഡേ. അങ്ങനെ ഒരു 10-70 ദിവസം കഴിഞ്ഞ് നിങ്ങൾ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു, അതൊക്കെ ഞാൻ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഐ ക്യാൻ ട്രസ്റ്റ് മൈ സെൽഫ് നൗ. ഒരു കാം പാരൻറ്റിങ്ങും നല്ല സ്ട്രോങ്ങർ റിലേഷൻഷിപ്പും ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയറും നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവരണമെങ്കിൽ സെൽഫ് ട്രസ്റ്റ് ഈസ് ദ ബേസിക് ഫൗണ്ടേഷൻ. If you are ready to build that self-trust from inside out, come and join my Wednesday workshop. Comment the word workshop and I'll send you the link.